നാളെ ജയിലിൽ കിടക്കുമ്പോ സാവകാശം ഒന്ന് ആലോചിച്ചു നോക്ക്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലോ നേർവഴിയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ആദരവിന് എത്രത്തോളം വിലയുണ്ടെന്ന് നിനക്കറിയാത്തതുകൊണ്ടാ. തിരിച്ചു വന്നതിന് ശേഷമെങ്കിലും ഈ തല തിരിഞ്ഞ സ്വഭാവം ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു വ്യക്തിയായി സമൂഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഇവനെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല മേഘനെ. എസ് ഐ സാറേ, ഇവനെ പിടിച്ചകത്തിട്. നടക്ക്. ഇത്രയും നാള് പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, വിവരം കെട്ടവനാണല്ലോ എന്ന് കരുതിയിട്ടാ. അല്ലായിരുന്നെങ്കി നിന്റെ ഒരു പൂട പോലും ഈ ഭൂമിയിൽ അവശേഷിക്കില്ലായിരുന്നു. ഈ സമൂഹത്തിൽ എത്ര വലിയ സ്ഥാനത്ത് നിൽക്കേണ്ട വ്യക്തിയാ നീ. പക്ഷെ നീ കാണിക്കുന്ന തലതിരിഞ്ഞ സ്വഭാവം കൊണ്ടല്ലേ ഇന്ന് നിനക്ക് ഇങ്ങനൊരു ഗതിയുണ്ടായത്. ഇനിയെങ്കിലും ഒന്ന് നന്നവൻ ശ്രമിക്കും പ്രവീൺ. അമ്മാവാ. ആകാശ്, എന്നെ പുറത്തിറക്കാൻ വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്രയും പെട്ടെന്ന് എനിക്ക് ബെയില് കിട്ടിയിരിക്കണം. എന്റെ മുന്നിൽ നിൽക്കാൻ പോലും പേടിക്കേണ്ടവര് എന്നെ ഉപദേശിക്കാൻ വരെ ധൈര്യം കാണിച്ചിരിക്കുന്നു. ഈ പ്രവീൺ മാധവ് ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. എന്റെ പേര് കേട്ടാൽ അവരുടെ മുട്ട് വിറയ്ക്കണം. അതിന് ഞാൻ പുറത്തു വന്നേ തീരൂ. ഞാൻ നോക്കാം അമ്മാവ. നീ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും തോന്നണ്ടേ? ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോയിക്കോ. സാരമില്ല മാഡം. മാഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. എന്താ കാര്യം? ഇപ്പം മാഡത്തിന് പ്രഗ്നൻസി ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെന്നൊരു നുണ പറഞ്ഞിരിക്കുകയാണല്ലോ. പക്ഷേ ഇനി ഒത്തിരി നാളത്തേക്ക് ഈ നുണയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. കാര്യം അറിയാലോ, ഗർഭിണിയായ സ്ത്രീക്ക് ശാരീരികമായി പല മാറ്റങ്ങളും ഉണ്ടാവും. അത് മാഡത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പം ഇത് നുണയാണെന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. അന്നേരം മാഡം എന്ത് ചെയ്യാനാ പ്ലാൻ? അറിയില്ല. ഇപ്പൊ അതിനെക്കുറിച്ച് ഓർത്തിട്ടില്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ നുണ പറഞ്ഞത്. അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഇനി എത്ര കാലത്തേക്ക് ഈ നുണ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ സത്യം പുറത്തു വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു പോലും ചിന്തിച്ചിട്ടില്ല. ദൈവത്തിന് മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താനാവൂ. ഒരു നല്ല കാര്യത്തിനാന്നല്ലേ മാഡം എന്നോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. ഹലോ. സോറി സർ. കാശ് ഞാൻ 2-3 മാസത്തിനകം തന്നേക്കാം. 6 മാസമായിട്ട് ഇതൊക്കെ തന്നെയാ പറയുന്നെന്നുള്ളത് എനിക്കും അറിയാം സർ. പക്ഷേ ഇപ്പം അത്രയും കാശ് ഒന്നിച്ചെടുക്കാനില്ല. എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ശരി സർ. എന്തു പറ്റി? എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്ന സമയത്ത് ഒരാളോട് 50,000 കടം വാങ്ങിയിരുന്നു. അതിതുവരെ തിരിച്ചു കൊടുക്കാനായില്ല. കയ്യിൽ കിട്ടിയിട്ട് വേണ്ടേ? കിട്ടുന്ന ശമ്പളം അമ്മയുടെ മരുന്നിന് പോലും തികയുന്നില്ല. അതിനിടയ്ക്ക് അവര് കാശ് ഇപ്പം തന്നെ വേണമെന്ന് തന്നെ പുകച്ചോണ്ടിരിക്കുക. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ കടം ഞാൻ അടച്ചോളാം. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ മേഡത്തിനോട് കാശ് മേടിച്ച ഈ സഹായം വെറുതെ ആവും. ഞാൻ ചെയ്തൊരു ചെറിയ കളവ് മനസ്സിലാക്കി എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവളല്ലേ നീ? അതിന്റെ പ്രതിഫലാണെന്ന് കുടിക്കും. മറുത്തൊരക്ഷരം പറയരുത്. നിക്ക്, ഞാൻ കാശ് എടുത്തരാം. ഇതാ. താങ്ക്
താങ്ക് യു സോ മച്ച് മാഡം. ഒന്നും സാരല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. മിഥുൻ സാറ്, മാഡത്തിന്റെ ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇറങ്ങാം. ഓക്കെ, താങ്ക് യു. ബൈ സർ. ആ പ്രവീൺ മാധവ് ഇനി പുറം ലോകം കാണാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. അവൻ പുറത്തു വന്നാലും ഇനി നിന്റെ നേരെ ഒന്ന് തലയുയർത്തി നോക്കാൻ പോലും അവൻ പേടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അവൻ അത്രയ്ക്ക് നിസാരക്കാരനൊന്നും അല്ല ഡാഡ്. അവനൊരു ചെക്ക് വെച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവൻ വീണ്ടും പണി തരും. അത് ഞാൻ നോക്കാം. എല്ലാ രീതിയിലും ഞാൻ ശ്രമിച്ചു നോക്കി സാറേ. ബെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാ. നിങ്ങൾക്കെതിരെയുള്ള എവിഡൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണ് സാർ. ഐ ആം സോറി. എങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ കാളൂർ രാജു. എത്രയോ വലിയ രാജ്യങ്ങളുടെ ചക്രവർത്തിയാണെങ്കിലും അത്യാപത്ത് വരുന്ന സമയത്ത് രക്ഷപ്പെടാനായിട്ട് ഒരു രഹസ്യപാത എവിടെയെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. രാജവീതിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ രഹസ്യമാർഗത്തിലൂടെ പുറത്തു കടക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഞാനും അതുപോലെ ആ രഹസ്യമാർഗം സ്വീകരിക്കുക. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. ആ രഹസ്യമാർഗത്തിലൂടെ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ തേടി ഇവിടെ വരും. Your bail is ready. സ്ട്രോങ് എവിഡൻസ്. ഇനി എന്താന്ന് വെച്ചാൽ ചെയ്യും. എന്റെ അമ്മാവൻ നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. മേഘനയെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് പോലും നിനക്കൊത്തിരി പ്രയോജനപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവളെക്കുറിച്ചുള്ള ഒരു രഹസ്യം ഞാൻ പറയാം. എന്താ അത്? മേഘനയുടെ പ്രഗ്നൻസിയെ കുറിച്ചുള്ള ഒരു കാര്യമാണ്.
അവളുടെ പ്രഗ്നൻസിയെ കുറിച്ച് നീ എന്ത് പറയാനാ? എവിടെ കേക്കട്ടെ? മേഘ്ന കുഞ്ഞിനെ അബോർട്ട് ചെയ്തു. വാട്ട്? മേഘനയുടെ ഗർഭം പോയെന്നോ? അതെ, വെയിറ്റ്, ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? എല്ലാം കണ്ടത് ഞാൻ മാത്രമാ. ഈ മരുന്ന് അവിടെ വെച്ച് മറന്നു. താങ്ക് യു മാഡം, സ്റ്റൊമക്കിനകത്ത് നല്ല വോൺസ് ഉണ്ടാവും. ഈ മരുന്ന് പകുതിക്ക് വെച്ച് നിർത്താനൊന്നും നോക്കരുത്. അവസാനത്തെ ഗുളിക വരെ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ? ഈ മരുന്നെങ്ങാനും കഴിക്കാതിരുന്ന അകത്തുള്ള വോൺസ് ഒക്കെ ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങും. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ഇൻഫോർമേഷൻ. ആൻഡ് വൺ മോർ തിങ്, എന്റെ സഹായം ഇപ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേരും പറഞ്ഞ് വീണ്ടും വന്നേക്കരുത്. ഞാൻ അത്തരക്കാരനല്ലെന്ന് ഇതുവരെ മനസ്സിലായില്ലേ? എനിക്ക് ആരുടെയും സഹായം വേണ്ട. ബട്ട് യു നോ, ജസ്റ്റ് എനിക്ക് ഇൻഫർമേഷൻ മാത്രം തന്നുകൊണ്ടിരിക്കണം. ബൈ ദ വേ, നിനക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ അങ്ങോട്ട് തരാം. മിഥുന് കോറിയിൽ വെച്ച് അത്രയും വലിയൊരു അപകടമുണ്ടാവാൻ കാരണം ഞാനാ. പക്ഷെ ആ സംഭവത്തിന് മുൻപ് ഒരു ചെറിയ ബ്ലാസ്റ്റിലൂടെ അവനെ പേടിപ്പിക്കാൻ ട്രൈ ചെയ്തത് നീയല്ലേ മഞ്ജരി? അപ്പൊ നമുക്ക് രണ്ടുപേർക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. പിടിക്കപ്പെടുന്നവരെല്ലാവരും നല്ലവരാ. നീ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഞാൻ പിടിക്കപ്പെട്ടു. എന്തുപറ്റി? നീ നന്നായി വിയർക്കുന്നുണ്ടല്ലോ. എനിക്കറിയാവുന്ന ഈ സത്യം പുറത്തെങ്ങാനും പറഞ്ഞു കളയോ എന്നുള്ള പേടി നിനക്കുണ്ടല്ലേ? പേടിക്കണ്ട, ഡോണ്ട് വറി. ഞാനൊരു വില്ലനൊക്കെ തന്നെയാ, പക്ഷെ സഹായിക്കുന്നവർ ചതിക്കുന്ന സ്വഭാവം എനിക്ക് അശേഷമില്ല. ഞാൻ ആരോടും ഒരിക്കലും പറയില്ല. സമാധാനമായിട്ട് പോയിക്കോ മഞ്ജരി. താങ്ക്സ്. ഹായ് മിഥുൻ. ഏയ് ബാലു, യമുന, എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നടാ. പ്ലീസ് ഇരിക്കടാ. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. പ്ലീസ് സിറ്റ് ഡൗൺ. ഹലോ ബാലു, സുഖാണോ? ഹായ് വിവേക്. ഓ സുഖായിരിക്കുന്നു. നിനക്കോ? ഓ സുഖം. നമ്മുടെ കോളേജ് തൊട്ട് തുടങ്ങിയതല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രേമം? അവസാനം പ്രേമിച്ചവളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ പോലെ ലക്കിയായവർ ഈ ലോകത്ത് വേറെ ആരുമില്ല. ഞങ്ങളുടെ പ്രണയം വിജയിക്കാൻ വേണ്ടി നീയും കൂടി അല്ലടാ സഹായിച്ചത്. നീ അന്ന് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം ഒരിക്കലും കിട്ടില്ലായിരുന്നു. വാട്ടെവർ, ഐ എം വെരി ഹാപ്പി ഫോർ യു. അല്ല, നിന്റെ ഭാര്യയോടെ ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നില്ലേ? ഓ സോറി, ഒരു മിനിറ്റ്. മേഘനെ, ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ എന്റെ ഭാര്യ മേഘന. ഹായ് മേഘനെ. നമസ്കാരം. നമസ്കാരം. യവനെ. അതെ, മേഘനെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാ നിനക്കുള്ളത്. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രത്യേകം കുങ്കുമപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ മേഘനെ, കുങ്കുമപ്പൂ പാലിൽ ചാലിച്ച് കഴിച്ചാ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നിറവും സൗന്ദര്യവും കിട്ടുമെന്നാ പറയാറ്. ഇന്ന് തൊട്ട് തുടങ്ങിക്കോ. ദിവസവും 2 നേരം പാലിൽ ചാലിച്ച് കഴിച്ചോണം കേട്ടോ, മുടക്കരുത്. ശരി, നിങ്ങളിരിക്ക, ഞാൻ കോഫി എടുത്തോണ്ട് വരാം. അയ്യോ, അതൊന്നും ഇപ്പൊ വേണ്ട. ഞങ്ങൾ വന്നതിന്റെ പേരിൽ വെറുതെ ബുദ്ധിമുട്ടാണ്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഒരു കാപ്പി ഇടാനുള്ള ആരോഗ്യമൊക്കെ എനിക്കിപ്പോ ഉണ്ട്. രണ്ടാളും ഇരിക്കട്ടോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇരിക്ക്. കൊള്ളാലോടാ. എന്തായാലും വിരുന്നുകാരെ കണ്ട മുഖം കറക്കുന്ന ഭാര്യയല്ല നിനക്ക് കിട്ടിയത്. നല്ല സഹകരണമുള്ള കുട്ടി തന്നെ. നീയും ലക്കിയാടാ.
ഈ മഞ്ജരി എവിടെ പോയതാ? മേഘന ഇവിടെ കിടന്ന് വിളഞ്ഞു കേറുക. ഇവര് പോകുന്നതിന് മുമ്പ് മിഥുനും മേഘനയും ഈ ലോകത്തെ ഏറ്റവും നല്ല കപ്പലാണെന്നുള്ള സർട്ടിഫിക്കറ്റും കൊടുക്കുമല്ലോ. മഞ്ജരി എന്നോട് പോലും പറയാണ്ട് കാലത്ത് എവിടെ പോയതായിരിക്കും? ആകാശ് പറഞ്ഞതുപോലെ മേഘന ശരിക്കും അബോർഷൻ ചെയ്തു കാണൂ. അങ്ങനെയാണെങ്കിൽ അവളെന്താ അത് വീട്ടിൽ പറയാഞ്ഞത്?